പുരസ്താരഹാരം ശരശ്ചന്ദ്രഹീരം സുരശ്രീവിചാരം ഹൃദാർത്താരിഭാരം കടേദാനപൂരം ജടാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവവീരം. പുരസ്താരഹാരം ശരശ്ചന്ദ്രഹീരം സുരശ്രീവിചാരം ഹൃദാർത്താരിഭാരം. പുരസ്താരഹാരം, ഉരസിൽ മുത്തുമാലകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ളവൻ, മുത്തുമാലകൾ അണിഞ്ഞിട്ടുള്ളവനെ എന്നാണ്. വിനായകനെ മാലകൾ കൊണ്ട് അണിയിച്ചിരിക്കുന്നു. അത് ഭക്തൻ്റെ വൈകാരികമായ ഭക്തിയുടെ തലമാണ്, വിശ്വാസത്തിൻ്റെ ഒരു തലമാണ് അല്ലേ. ഇഷ്ടദേവതയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുക. ഒന്ന് ഇഷ്ടദേവതയ്ക്ക് ഇഷ്ടമുള്ളത്, പിന്നെ ഭക്തന് ഇഷ്ടമുള്ളത്, ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ ഇഷ്ടദേവതയ്ക്ക് അർപ്പിക്കുന്നു, നേദ്യമായിട്ട് അർപ്പിക്കുന്നു. അത് വിലയുള്ളത് മാത്രമല്ല, ഏറ്റവും മൂല്യമുണ്ട് എന്ന് കരുതുന്നതൊക്കെ ഇഷ്ടദേവതയ്ക്ക് അർപ്പിക്കുന്നതായ ഒരു കാഴ്ചപ്പാട് ഭക്തന്മാരുടെ ഹൃദയത്തിലൊക്കെ ഉണ്ട്. എന്നാൽ ഇഷ്ടദേവതയ്ക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. കാരണം നാം ഇഷ്ടപ്പെടുന്ന ദേവതയാ അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന ദേവത എത്രയോ മഹോന്നതമാണ്. ഇതുവരെ നാം വിചാരം ചെയ്ത രീതി വെച്ച് നോക്കുമ്പോൾ സർവ്വതിനും ആധാര സത്യമായിരിക്കുന്നതായ പൊരുളാണ്. അതിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് ഓരോ ഇഷ്ടദേവതയെയും ഭക്തൻ ആരാധിക്കുന്നത്. എല്ലാം ഭഗവാൻ്റെതാണ് എന്ന് നാം പറയുകയും എൻ്റേതെന്ന് സങ്കല്പിച്ചുകൊണ്ട് നാം എന്തൊക്കെയോ ദേവൻ അർപ്പിക്കുകയും ചെയ്യും. നിൻ്റേതായിട്ട് ഇവിടെ എന്താണ് ഉള്ളത്? വാസ്തവത്തിൽ ഒന്നും തന്നെയില്ല. സർവം ഗൽഹിതം ബ്രഹ്മ എന്ന് വേദാന്തത്തിൽ പറയുമ്പോഴും ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവൻ്റെ ഭഗവാനാണ്. എല്ലാം അവൻ്റെ ഭഗവാന് വേണ്ടി അർപ്പിക്കുന്ന ഒരു മനോഭാവം, അവിടെ സമർപ്പണമാണുള്ളത് അല്ലേ. എന്നാൽ ഇവിടെ ഉരസ്താരഹാരം എന്ന് നാരായണ ഗുരു പറഞ്ഞിരിക്കുന്നു. സാധാരണ അർത്ഥത്തിൽ ഉരസിൽ താരങ്ങളെ കൊണ്ടുള്ള മുത്തുമാലകളെ അണിയിച്ചിരിക്കുന്നവൻ എന്ന് നാം പറയുമ്പോൾ സാധാരണ മുത്തുമാലകളല്ല, നക്ഷത്രങ്ങളെ കൊണ്ടുള്ള മുത്തുമാലകളാണ് ഉരസിൽ അണിഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതൊരു താരാപഥമാണ് അല്ലേ. താരാപഥമാകുന്ന ഉരോദേശത്ത് താരാഗണങ്ങളെ കൊണ്ട് മുത്തുമാല അണിയിഞ്ഞിരിക്കുന്നവൻ. ഇവിടെ ഗുരു പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഉരസ്താരഹാരം. ഇവിടെ വിശ്വത്തെ മുഴുവനും വിനായകൻ്റെ ഉരസായിട്ടാണ് കാണുന്നത്. തൻ്റെ മുന്നിലിരിക്കുന്നതായ വിനായകൻ്റെ വിഗ്രഹം അവൻ്റെ കൈയെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലാണ് ഇരിക്കുന്നത്. കണ്ണുകൊണ്ട് കാണാം, ഇന്ദ്രിയഗോചരമാണ് എന്നർത്ഥം. എന്നാൽ വിശ്വത്തെ മുഴുവനും വിനായകൻ്റെ ശരീരമായിട്ട് കാണുമ്പോൾ ഭക്തൻ്റെ ഈ മുത്തുമാല അവിടെ പരിമിതിയുണ്ട്. അവിടെയാണ് താരാഗണങ്ങളെ കൊണ്ടുള്ള മുത്തുമാലകളെ കൊണ്ട് അണിഞ്ഞിരിക്കുന്നതായ വിശ്വസ്വരൂപം അല്ലെങ്കിൽ വിശ്വരൂപം. അതെല്ലാ പരിമിതികളെയും ഉല്ലംഘിച്ച് നിൽക്കുന്നതാണ്. അവിടെ എങ്ങനെയാണ് പിന്നെ സാധാരണ മുത്തുമാലകൾ കൊണ്ട് അണിയിക്കാൻ കഴിയില്ല. അപ്പോൾ വിശ്വം മുഴുവനും നിറഞ്ഞിരിക്കുന്നതായ ഈ മൂല്യത്തെ അവൻ്റെ ആരാധനയ്ക്ക് വേണ്ടി, അവൻ്റെ സൗകര്യത്തിന് വേണ്ടി പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപരിമിതമായിരിക്കുന്നതായ ഒന്നിനെ പരിമിതപ്പെടുത്തി തൻ്റെ മുന്നിൽ വെച്ചിട്ട് നാം ആരാധിക്കുന്നതായ ഒരു സമ്പ്രദായം
അതിനെ മനസ്സിലാക്കി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് യാതൊരു പരിമിതികളും ഇല്ലാത്തതാണ്. അങ്ങനെ യാതൊരു പരിമിതികളും ഇല്ലാത്തതാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ഇത്തരം ആരാധനകൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാതായി പോകും. അതായത് എവിടെയാണോ അറിവിൻ്റെ ഗരിമ പൂർണ്ണമായും പ്രകാശിക്കുന്നത്, അങ്ങനെയുള്ളതായ ഒരു അറിവിൻ്റെ തലത്തിൽ വരുമ്പോൾ സാധാരണ രീതിയിലുള്ളതായ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നിഷ്പ്രഭമായി പോകും. ശരിയല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഹോമം ചെയ്തു, നമുക്ക് കാണുവാൻ കഴിയുന്ന തരത്തിലേക്ക് അഗ്നിയെ ഇവിടെ സമാഹൃതമാക്കി. അഗ്നി അദൃഷ്ടവുമാണ്, ദൃഷ്ടവുമാണ്. സർവ്വതിലും അഗ്നി വ്യാപരിക്കുന്നുണ്ട്. സർവ്വതിലും വ്യാപരിച്ചിരിക്കുന്നതായ അഗ്നിയെ നമ്മളുടെ തലത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്നിട്ട് അതിനെ പൂജിക്കുന്നു. അത് നമ്മൾ ആദ്യം അറിയുന്നില്ല, പിന്നീടാണ് അറിയുന്നത് സർവ്വതിലും നിറഞ്ഞിരിക്കുന്നതായ അഗ്നിതത്വത്തെ എനിക്ക് ദൃഷ്ടമാക്കുന്നതിന് വേണ്ടി ചുരുക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അതിനെ പൂജിക്കുന്നു, ആരാധിക്കുന്നു. അതിനെക്കുറിച്ച് തത്വപരമായി വിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, എൻ്റെ ഈ ചെറിയ ഹോമകുണ്ഡത്തിൽ ഒതുങ്ങുന്നതല്ല ഈ അഗ്നി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, അതിനെ സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത്തരം ഹോമങ്ങൾക്കോ യജ്ഞങ്ങൾക്കോ യാഗങ്ങൾക്കോ വല്ല പ്രസക്തിയുമുണ്ടോ? സമസ്ത പ്രപഞ്ചത്തിലും എരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ആ അഗ്നിയിൽ താൻ തൻ്റെ ജീവിതത്തെ എരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമിത്തായിട്ട്. അത് നമ്മൾ അറിയുന്നില്ല. ആകെയുള്ള ആ എരിച്ചിലിൻ്റെ ഭാഗമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അവസാനം കണ്ണുകൊണ്ട് കാണുന്നതായി ഈ ശരീരം, ഇതം ഭസ്മാന്തം ശരീരം, അതും ഭസ്മമായി തീരും. അപ്പോഴും ഭസ്മമായി തീർക്കാൻ കഴിയാത്ത അനശ്വരമായൊരു മൂല്യം അവശേഷിക്കുന്നു എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇതിൻ്റെയൊക്കെ രഹസ്യമിരിക്കുന്നത്. അതിനെ നാം തിരിച്ചറിയണം. നമ്മൾ ഇപ്പോൾ ഈ അധിവസിക്കുന്നതായ ഈ സൗരയൂഥം അല്ലേ, വിനായകൻ്റെ ഉരസ് നക്ഷത്ര സമൂഹങ്ങളെ കൊണ്ടുള്ളതായ മുത്തുമാലകളെ അണിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നക്ഷത്രഗണങ്ങൾ എത്രയാണ്? കോടാനുകോടിയാണ്. 1 കോടി നക്ഷത്രങ്ങളുള്ള സമൂഹത്തെയാണ് താരാപഥം എന്ന് പറയുന്നത്. അത് ചെറിയ താരാപഥമാണ്, ഡ്വാർഫ് ഗാലക്സി അല്ലേ. 1 കോടിയിൽ നിന്നും 1,00,000 കോടിയോളം വരുന്നതായ താരാവ്യൂഹങ്ങളുണ്ട്. വലിയ താരാപഥം ബൃഹത്താണ്, അതിസ്ഥൂലമാണ്. നമുക്ക് എങ്ങനെയാണ് ഭാവന ചെയ്യാൻ കഴിയുക? 2,00,000 കോടികൾ വരുന്നതായ താരാപഥങ്ങളെ പറ്റി പറയുന്നു. ഗുരുവിടെ പറയുന്ന അനേക ജഗത്ത്. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എവിടേക്കാണ് അത് ചെന്ന് സ്പർശിക്കുന്നത്? നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയ സൗരയൂഥമാണ്.